ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഡിസ്കവറി സ്പോർട്ട് HSE എന്ന് പറയുന്ന ലാൻഡ് റോവറിൻ്റെ 2017 മോഡൽ വണ്ടിയുടെ മുന്നിലാണ്. ഇത് ഒരു സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരള വെഹിക്കിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ എടുത്ത് പറയത്തക്ക ഒരു പ്രത്യേകത. പിന്നെ ഇത് ആകെ ഓടിയിട്ടുള്ളത് 65,000 കിലോമീറ്റേഴ്സാണ്. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ബാക്കി ഇതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമെന്ന് അറിയാം. അത് പറഞ്ഞു തരുന്നത് ഞാനല്ല, നമ്മുടെ ഒരു കൊച്ചുമിടുക്കനാണ്. അദ്ദേഹം ഒരു കുട്ടി വാഹനപ്രേമിയാണ്. അദ്ദേഹത്തെ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹായ്, ഞാൻ ആദിത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്സ് HSE ആണ്. നമ്മൾ എക്സ്റ്റീരിയർ ഭാഗത്തിലോട്ട് വരുമ്പോൾ ഇവിടെ ഡിസ്കവറിയുടെ ഒരു വലിയ ബാഡ്ജിങ് ഉണ്ട്, ലാൻഡ് റോവറിൻ്റെ ഒരു ലോഗോ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഗ്രില്ലാണ് വരുന്നത്. നമുക്കൊരു ഫോഗ് ലാമ്പും ഒരു വൈഡായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ലാൻഡ് റോവറിൻ്റെ ഒരു ലക്ഷറി ആയിട്ടുള്ള സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു റിമ്മാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ കളറ് വൈറ്റും ബ്ലാക്കും ആണ്. നമുക്ക് സൈഡിൽ ഒരു ടിപ്പിക്കലായിട്ടുള്ള ലാൻഡ് റോവർ ഡിസൈൻ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ലാൻഡ് റോവർ ബാഡ്ജിങ് ഇവിടെയുണ്ട്. റിയർ പ്രൊഫൈലിലോട്ട് വരുമ്പോൾ നല്ല ബോക്സ് ആയിട്ടുള്ള റിയർ പ്രൊഫൈലാണ്. പിന്നെ ഡിസ്കവറിയുടെ ബാഡ്ജിങ്ങും സ്പോർട്സ് HSE എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. അതേപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇൻറ്റീരിയർ പറയുമ്പോൾ നല്ല വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ, എക്സ്റ്റീരിയർ പോലെ തന്നെ വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ലെതർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. മാനുവലായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. മെറിഡിയൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. നമുക്ക് ഒരു വൈഡ് ആയിട്ടുള്ള സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഗ്ലാസിൻ്റെ സ്റ്റോറേജും അവൈലബിൾ ആണ്. നമുക്ക് ബൂട്ട് സ്പേസിൽ തന്നെ തുടങ്ങാം. ബൂട്ടിൽ നമുക്ക് ഡോറ് ഒരു ഹൈഡ്രോളിക് ഡോറാണ്. നമ്മൾ ടച്ച് ചെയ്തൊന്ന് പുഷ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് 5 സീറ്ററായിട്ടും 7 സീറ്ററായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 7 സീറ്ററായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അല്ലാതെ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി നല്ലവണ്ണം ഉണ്ട്. 7 സീറ്റർ വരുമ്പോൾ മാത്രം ഇത്തിരി സ്റ്റോറേജിന് കുറവുണ്ട്. ഈ വണ്ടിയുടെ പ്രൈസ് 44,50,000 ആണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് 2019 മോഡല് ലാൻഡ് റോവർ ഡിസ്കവറി SE എന്ന് പറയുന്ന മോഡലാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കിളാണ്. ഇത് ഒരു ഒറിജിനൽ കേരള വെഹിക്കിളാണ്. ഇത് 75,000 കിലോമീറ്റേഴ്സാണ് ഓടിയിരിക്കുന്നത്. ഇത് ലാൻഡ് റോവർ റേഞ്ച് റോവർ സ്പോർട്ട് മോഡലാണ്. ഇതിൻ്റെയും ഫ്രണ്ട് ബ്ലാക്കും വൈറ്റുമാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ഗ്രില്ല് വരുന്നുണ്ട്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഒരു ഗ്രില്ലും അവിടെ വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ടിപ്പിക്കലായിട്ടുള്ള റേഞ്ച് റോവർ ഡിസൈൻ തന്നെയാണ്. അധികം ഷാർപ്നെസ് ഒന്നും ഇല്ലാത്ത കർവി ഡിസൈൻ. പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ഉണ്ട്. ബ്ലാക്ക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് കൂടുതലും. ഫെൻഡേഴ്സും ബ്ലാക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേഞ്ച് റോവറിൻ്റെ ബോക്സി ഡിസൈനാണ്. ഒരു ഓൾഡ് മോഡൽ ഡിസൈനാണ്. പിന്നെ നമുക്ക് റേഞ്ച് റോവറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്, ലാൻഡ് റോവറിൻ്റെ ലോഗോ ഉണ്ട്. ഇതിൻ്റെ സെഗ്മെൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് സെഗ്മെൻറ്റും ഉണ്ട്. റൂഫ് സ്പോയിലറും അതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ലൈറ്റ്സും വരുന്നുണ്ട്. പിന്നെ
ഫ്രണ്ടിൽ അതുപോലെ തന്നെ എടുത്ത് നിൽക്കുന്ന ഒരു സർക്കുലർ ഷേപ്പിലുള്ള ടെയിൽ ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയർ നല്ല കംഫർട്ട് വരുന്നുള്ള ഇന്റീരിയറാണ്. ഫുൾ ബ്ലാക്ക് ആണ് ഇന്റീരിയർ കളർ വരുന്നത്. ബ്ലാക്കും ലെതറും ക്രോമും ഫിനിഷുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾസും AC കൺട്രോൾസും കാണാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ഇവിടെയാണ്. പിന്നെ മാനുവലായിട്ട് പാഡൽ ഷിഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ആംറെസ്റ്റ് ഉണ്ട്. ഇത്രയും നമുക്ക് ഡ്രൈവർ സെഗ്മെന്റിലുള്ളൂ. ഇനി നമുക്ക് സീറ്റിങ്ങിലോട്ട് പോകാം. ഇപ്പം ബാക്കിൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട് വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സ്. നമുക്ക് ആംറെസ്റ്റ് മാറ്റി വെച്ചാൽ പിന്നെ അല്ലാതെ സ്റ്റോറേജ് ഫീച്ചേഴ്സ് ഇവിടെയും അപ്പുറത്തെ സീറ്റിലുമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റേഞ്ച് റോവറിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ് കാണിക്കുന്ന വിധത്തിൽ ടിപ്പിക്കലായിട്ടുള്ള കാറുകളിൽ റിയർ സീറ്റിൽ വരുന്നത് ഇവിടെയാണ് നമ്മുടെ AC വെൻസ് വരുന്നത്. പക്ഷേ ഇവിടെ ലാൻഡ് റോവർ ചെയ്തിട്ടുള്ളത് ഈ പില്ലേഴ്സിൽ AC വെൻറ്റും അതിൻ്റെ കൺട്രോൾസും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ബൂട്ട് സ്പേസിലോട്ട് വരുമ്പോൾ എല്ലാ ലാൻഡ് റോവർ പോലെയും ഹൈഡ്രോളിക് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. ഇവിടെ നമുക്ക് ടൂൾ കിറ്റ് അവൈലബിൾ ആണ്. വണ്ടിക്ക് നമ്മളെ ട്രിപ്പിനിടയിൽ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് അത്യാവശ്യം എയ്ഡ് ചെയ്യാനുള്ള ടൂൾ കിറ്റ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതൊരു 7 സീറ്ററാണ്. ബാക്കിലുള്ളവർക്കുള്ള എയർ കണ്ടീഷനിങ് ഫീച്ചേഴ്സ് അപ്പുറത്തെ പോലെ തന്നെ പില്ലേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 12 വോൾട്ടും 5 വോൾട്ടിൻ്റെയും ചാർജിങ് പോർട്ട്സും ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 45 ലാക്കാണ്. റേഞ്ച് റോവർ ഡിസ്കവറി SC എന്ന് പറയുന്ന ഈ വെഹിക്കിൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാനും എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് യുണീക്ക് പ്രീയോൺഡ് ലക്ഷറി കാർസ് ആണ്. തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാര്യത്തേക്ക് വരുമ്പോൾ ഇടത് ഭാഗത്താണ് പാങ്ങപ്പാറയിൽ യുണീക്ക് പ്രീയോൺഡ് ലക്ഷറി കാർസ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. താങ്ക് യു.